കല, സാഹിത്യം, ശാസ്ത്രം, പാട്ട്, ഇതിനകത്തൊക്കെ ഇസ്ലാമിനെ സംഭാവന ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. ഇതാണ് താലിബാൻ ചെയ്യുന്നതാണ്. ഇവർ വിചാരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ബേൺ ഇമ്മോറൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. 10,000 രൂപ വരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, കാസറ്റ്, ടേപ്പ്, അത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കത്തിക്കുന്നതാണ്. സ്ഥിരമര പരിപാടിയാണ്. ഞാൻ ഇന്നാളെ കാണാൻ ഒരു മൃദംഗം, തബലയൊക്കെ ഈ കോടാലി വെച്ച് വെട്ടിക്കീറുന്നു. അരി ഇതെവിടുന്ന് വരുന്ന? ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് വരുന്ന സാധനം ഇതാണ്. അല്ലാതെ സുവർണ യുഗത്തിൽ നടന്ന കഥയും കവിതയും സാഹിത്യമൊന്നും അല്ല. ഇസ്ലാമിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് താലിബാൻ ചെയ്യുന്ന തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു ഇസ്ലാമിസ്റ്റിന് ദാഷിൽ കൈവച്ചുകൊണ്ട് പറ്റില്ല. കാരണം താലിബാൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഓഫ് റിലീജിയൻ ആണ്. ഐസിസുകാരൻ പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റൂ? അതുകൊണ്ടാണ് അവർക്കെതിരെ പ്രതിഷേധം നടത്താതെ. അവർ സാഹിത്യത്തിൽ എന്ത് പുരോഗതി ഇസ്ലാമിന് ഉണ്ടാക്കാൻ കഴിയൂ? നോക്കൂ അല്ലേ പറഞ്ഞത്, ദിവ്യ അവതാര പിറവി പോലെ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞു, ഇതിനെ കത്തിക്കുക, അടിച്ചു പൊട്ടിക്കുക. ഇനി അതല്ലെങ്കിൽ ഇസ്ലാമിന് ചെയ്യാൻ കഴിയുന്ന വേറൊരു കാര്യമാണ്. ഇത് നിങ്ങൾ കാണുന്നത് ഇറാനാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലെങ്കിലും ഇറാനിലൊരു ഭയങ്കര സംഭവം ഉണ്ടായി. എന്താ പറയുക, ഒരു ജ്ഞാനോദയം ഉണ്ടായി. എന്താ? ഇസ്ലാമിക് റവല്യൂഷൻ 1979 അയത്തുള്ള കൊമൈനി എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലുണ്ടായ ഇസ്ലാമിക് റവല്യൂഷൻ. അതിന് മുന്നേ ഉള്ള ഇറാനാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇറാനിലുള്ള ജനങ്ങൾ എന്താ ചെയ്യുന്നേ? അവര് ഈ സ്കാർഫ് ധരിക്കാനും ധരിക്കാതിരിക്കാനുള്ള അവകാശം. നിങ്ങളിപ്പോ സ്കാർഫ് ധരിക്കുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. നിങ്ങളിപ്പോ ഒരു സാധനം ഇങ്ങനെ തലയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നു, മുടി മറയ്ക്കുന്നു, എന്താ വേണേലും മറച്ചോ. പക്ഷെ അത് ചെയ്യാതിരിക്കാനുള്ള അവകാശം എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന അതല്ലേ മനുഷ്യന്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. പിന്നെ ഒരു യൂണിഫോം ഉള്ളിടത്ത് യൂണിഫോം ഇടണം. സ്കൂളിൽ ചെല്ലുമ്പോൾ യൂണിഫോം, എല്ലാവരും വരുന്ന യൂണിഫോമാ, അല്ലാതെ മൾട്ടിഫോം അല്ല. പിന്നെ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുക, യൂണിഫോം ഇല്ലാത്തത് പഠിക്കുക, എവിടെയും പഠിക്കാമല്ലോ, അല്ല ഓൺലൈനായിട്ട് പഠിക്കുക. യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം ആയിരിക്കണം, അല്ല പിന്നെ ബാക്കിയുള്ളവരല്ലേ ഞങ്ങളാരാ എന്ന് അവർ ചോദിക്കും. അപ്പൊ ഇതായിരുന്നു ഇറാനിലെ അവസ്ഥ. ജസ്റ്റ് ഈ ഇസ്ലാം വരുന്നതിന് മുന്നേ അന്ന് ചോദിക്കും, പണ്ട് ഇറാൻ ഇസ്ലാമിക രാജ്യമായിരുന്നില്ലേ? പേർഷ്യന് ആയിരുന്നു. പക്ഷേ യഥാർത്ഥ ഇസ്ലാം, ദ പ്യൂർ ഇസ്ലാം, അത് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് ഇസ്ലാമിക് റവല്യൂഷന് മുന്നേയുള്ള അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവസ്ഥയാണ്. ഇന്ന് എന്താണ് അവരുടെ അവസ്ഥ? ഓരോ പടങ്ങളെ കണ്ടു കഴിഞ്ഞാല് അത് അവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു അവസ്ഥയാണ് ഇസ്ലാമിന് ചെയ്യാൻ കഴിയും. കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും കൾച്ചറൽ ജനോസൈഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമേ ഇസ്ലാമിന് ചെയ്യാൻ കഴിയും. അല്ല ഇസ്ലാമിനല്ലാതെ റോക്കറ്റ് വിടാനോ ഐസിസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ IS ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ രണ്ടും ISIS ആണ്, ISS എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവരെ തെറ്റിദ്ധരിക്കുന്നത്. ഇസ്ലാം വിചാരിച്ചാൽ ISS അല്ല ISIS ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ISIS തന്നെയാണ്. പക്ഷെ ഈ ISS ഉണ്ടാക്കണമെങ്കിൽ ലേശം പണിയുണ്ട്.